സർവ്വ വേദിയിലും സദസ്സിലിരിക്കുന്ന നമ്മൾ ഒരു ആശയത്തെ പഠിക്കാനും ഒരു ആശയത്തിൻ്റെ കർമ്മത്തിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നും അതിൽ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ നമുക്ക് ഗുരുവിൻ്റെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റും. പലപ്പോഴും ഗുരു നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നമുക്കൊരാശ്രമത്തിൻ്റെ ആവശ്യമല്ല, അല്ലെങ്കിൽ ആശ്രമത്തിൽ നിങ്ങൾ എന്തിനു വേണ്ടി കാരണം അല്ലേ? നമ്മളോട് ചോദിച്ച ചോദ്യമാണ്. ഞാൻ 2009 സന്യാസി കിട്ടിയ ശേഷം പർണശാല സമർപ്പണവുമായി ബന്ധപ്പെട്ട് സ്പിരിച്വൽ കോൺഗ്രസ് നടത്താനുള്ള ഉത്തരവാദിത്വം എനിക്കറിയാം. ഞാൻ ഇവിടെയൊക്കെ വന്നിരുന്നു. സൗത്ത് ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്ത് എല്ലാ സന്യാസിമാരെയും ആശ്രമത്തിൽ കൊണ്ടുവരും. ഇപ്പോൾ ജന്മി ശിശുബുദ്ധ ജനങ്ങളിലെത്തി. ഞാൻ എന്നെ നമസ്കരിച്ചു കഴിഞ്ഞു. ജന്മി ചോദിച്ചു, നീ എവിടേക്കാണ് പോകുന്നത്? എല്ലാ ആശ്രമങ്ങളിലാണ് പോകുന്നത്. അവർ എന്നോടൊരു ചോദ്യം ചോദിക്കുക, എന്താണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ പ്രാധാന്യം, അല്ലെങ്കിൽ ശാന്തിഗിരി ആശ്രമത്തിൽ വരേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ നീ എന്ത് പറയുന്നു? നമ്മൾ എന്താണ് പറയുന്നത്? അല്ല, നിങ്ങളോടൊക്കെ ചോദിക്കാറില്ല. നിങ്ങളുടെ കുടുംബത്തിൽ പല ആൾക്കാരും നിങ്ങളെ പറയാറ് വെള്ളയും ചുള്ളിലേക്ക് ഇട്ട് അവർ പോവുകയാണ്, എവിടേക്കാണെന്ന് അറിയില്ല അല്ലേ? അപ്പോൾ നമ്മൾ ഒരു അമ്പലത്തിൽ പോണ്ട, അങ്ങനെയാണ് ഇങ്ങനെയാണ് അവർ പറയും. അവർ നമ്മളെ ആശ്രമത്തിനെ ഏകദേശമൊക്കെ വരട്ടിപ്പിടിക്കും. എന്തിനാണ് നമ്മൾ ആശ്രമത്തിൽ വരേണ്ട ആവശ്യം? ഇതാണ് അടിസ്ഥാനപരമായി നമ്മൾ ചോദിക്കും. അത് ഗുരു ചോദിച്ച ചോദ്യമാണ്. ഇത് ചോദിച്ചത് 93 ഗുരു കല്ലിടാൻ വേണ്ടി പാലക്കാട് വന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് എന്നാ കാണും. ഗുരു ചോദിച്ചതാണ് എന്നോട്, നമ്മളൊരു ആശ്രമത്തിൽ പോകേണ്ട ആവശ്യമുണ്ട്. എല്ലാവരും ഇങ്ങനെ നിശബ്ദരായിരുന്നാൽ നമ്മൾ നിശബ്ദരാകും. എന്തിനാണ് നമ്മൾ പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇതാണ് ഞാൻ പറഞ്ഞ മറുപടി. ജീവന്റെ പരിണാമം. ജീവൻ പരിണമിക്കാൻ എന്തിനാണ് ആശ്രമം ചോദിച്ചു? ജീവൻ പരിണമിക്കാൻ ആശ്രമം വേണ്ടല്ലോ, അത് സൂക്ഷ്മത്തിൽ നടക്കും. ഇപ്പോൾ ഒരു പൂജയെക്കുറിച്ചൊക്കെ ഭയങ്കരമായി സംസാരിച്ചില്ല, അവിടെ സൂക്ഷ്മത്തിൽ നടക്കും അല്ലേ? നടക്കാം, ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ ആശ്രമത്തിൽ വരേണ്ട കാര്യം എന്താണ് എന്നാണ് ഗുരു ചോദിച്ചത്. ഞാനിതുപോലെ ഇതാണ് മറുപടി പറഞ്ഞു. കാരണം നമ്മൾ ഈ ഗുരുവിൻ്റെ ജീവചരിത്രമൊക്കെ വായിച്ചിട്ട് ജീവനത് ആത്മശാന്തിക്കും അതൊക്കെ പറഞ്ഞൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗുരുവിനോടൊക്കെ കാരണം എൻ്റെ അച്ഛൻ്റെ ഒരു ബന്ധു പണ്ട് മുതൽക്ക് 88 മുതലൊക്കെ പൂർണ്ണസ്വാമിയുടെ മാഷായിരുന്നു. അദ്ദേഹം പൂർണ്ണസ്വാമിയൊക്കെ അന്ന് ആശ്രമത്തിൽ പോകും. അപ്പോൾ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഗുരുവിനെ കുറിച്ചൊക്കെ പറയുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ മൂപ്പരെ ചുമരിലൊട്ടി. കാരണം നമ്മുടെ ഹിന്ദു മതത്തിൻ്റെ ധാർമ്മികത്തെ അടിച്ച് മൂപ്പരെ എന്ത് ചെയ്യും? ഇല്ല, ഭിത്തിയിലൊട്ടി. മൂപ്പർക്ക് പറയാറ്. ഇതുപോലെ ഞാൻ കുറച്ചൊക്കെ പഠിച്ചു വെച്ചുകൊണ്ട് ഗുരുവിനോട് ഇതൊക്കെ പറഞ്ഞു. ഗുരു പറഞ്ഞു, അതൊന്നുമല്ല, നമുക്കെല്ലാവർക്കും ജനിക്കുമ്പോൾ തന്നെ ഒരു വാസനയും. ഈ വാസനയാണ് നിങ്ങളുടെ സ്വഭാവമായിട്ടും നിങ്ങളുടെ കഴിവായിട്ടും കഴിവുകേടായിട്ടും മാറും. ആണ് ഗുരു ഇത്ര പറഞ്ഞത്. ബാക്കി കാര്യം അമ്പാടി കൃഷ്ണ സാർ സംസാരിച്ചു തുടങ്ങി. ബാക്കി പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞപ്പോൾ സാറാണ് പറഞ്ഞത്. ഈ വാസന എന്ന് പറയുന്നത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ജീവനുള്ള പുണ്യഭാവത്തിൻ്റെ ഫലം കൊണ്ടുണ്ടായതാണ്. ഗുരുവാണിയാണ്. നമ്മുടെ 1001 ഗുരുവാണിയിലെ 62ാമത്തെ ഇതായിട്ടാണ് അത് വന്നിരിക്കുന്നത് അല്ലേ? നമുക്കൊക്കെ ഒരു വാസനയുണ്ട് അല്ലേ? ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്. അത് ജീവൻ്റെ പുണ്യഭാവത്തിൻ്റെ ഫലമായി ഉണ്ടാവും അല്ലേ? സ്വഭാവമെന്ന് അത് വ്യക്തമായി ഇലക്കെ എഴുതി. ഈ വാസന പിന്നീട് നമ്മുടെ സ്വഭാവം കഴിവായിട്ട് മാറും അല്ലേ? ഉദാഹരണം നമുക്ക് പറയാൻ പറ്റും. യേശുദാസും ജയചന്ദ്രനും SPB വിളിക്കുന്ന ആളും അല്ലേ? മുഹമ്മദ് റാഫിയൊക്കെ പാടിയതെങ്ങനെ? പഠിച്ചിട്ടാണോ? അല്ല, വാസന. ഈ വാസന കൊണ്ടാണ് അവരെ കഴിവായി മാറുന്നത് അല്ലേ? ഈ കഴിവ്
കഴിവുകേടും ഉണ്ടെന്നാണ് ഗുരു പറഞ്ഞത്. എല്ലാവരും കള്ളു കുടിച്ച് കുടുംബത്തിനെ ആറണക്കല്ല അല്ലേ? ചിലവർ സ്വന്തം ഇഷ്ടപ്രകാരം ആരുടെയും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം കാര്യങ്ങൾ ചെയ്ത് നശിപ്പിച്ച് കടം കയറ്റി, അതൊരു വാസന. ചിലവർക്ക് മൂക്കിൻ്റെ തുമ്പിലായിരിക്കും ദേഷ്യം, അവരോടൊന്നും സംസാരിക്കാൻ പറ്റില്ല, അടുത്ത് പോയിട്ട് അല്ലേ? അങ്ങനെ അതൊരു വാസനയാണ്, അതൊരു കഴിവുകേട്. അപ്പം നല്ലതും ചീത്തയുമായ വാസന ആർക്കൊക്കെ ഉണ്ട്? എല്ലാവർക്കും അല്ലേ? അതിൽ നല്ല വാസന എന്ത് ചെയ്യണം? വളർത്തിയത്. ചീത്ത വാസന എന്ത് ചെയ്യണം? കളയണം. അതിനാരാ ശ്രമിക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അങ്ങനെ നമ്മളിൽ ഇരിക്കുന്ന നല്ലതും ചീത്തയുമായ വാസനകൾ ശരിയാക്കാൻ വേണ്ടി നമ്മൾ തന്നെ ചെയ്യുന്ന ആ ശ്രമമാണ് എന്ത്? ആ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സത്യവിശേഷമായ പ്രധാനജ്ഞാനിയാണ് ആര്? ഗുരു പറഞ്ഞു. ആ ഗുരുവിന് ജാതി, മതം, ദേശം, വലുപ്പം, ആണ്, പെണ്ണ്, കറുപ്പ് അല്ലേ, അന്നവൻ ഇങ്ങനെയൊന്നും എനിക്കില്ല. ആരെൻ്റെ മുന്നിൽ വന്നാലും ഈ ജീവന്റെ വാസനപരമായ കർമ്മത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ആര് പറഞ്ഞു തരും? ഗുരു പറഞ്ഞു തരും. അതുകൊണ്ടാണ് ചിലപ്പോൾ ഇവർ ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് വേറെ പറഞ്ഞു. എന്താ കാരണം? രണ്ട് ജീവന്റെയും വാസനകൾ മനസ്സിലായോ? അപ്പൊ ഈ വാസനപരമായ കർമ്മത്തെ തിരുത്തണം. അപ്പൊ ഗുരു പറഞ്ഞു, ഇതിൽ നിങ്ങൾ ആശ്രമത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. എന്താ നമ്മുടെ മെയിൻ രണ്ട് പ്രശ്നം? ഒന്ന് നമ്മുടെ ശരീരമാണെന്നല്ല, ഒന്ന് നമ്മുടെ ശരീരം. രണ്ട്, ഈ ശരീരത്തിന് ആരാ പ്രവർത്തിപ്പിക്കുന്നു? അവൻ പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കുക ജഡം, ശവം എന്നൊക്കെ വിളിക്കുക. എന്താ? ജീവൻ. ഈ ജീവനെയും ഈ ശരീരത്തിനെയും നമ്മൾ ശരിയാക്കി എടുക്കണം. ആരിലൂടെ? ഞാൻ എളുപ്പത്തിൽ ഒരു എളുപ്പമാണ് വിളിച്ചു. ഞാൻ ചെയ്തു തരില്ല, നീ ചെയ്യണം. എൻ്റെ വഴിയെ ഞാൻ വെട്ടിത്തരും, എൻ്റെ തടസ്സങ്ങൾ ഞാൻ നീക്കിത്തരും. പക്ഷെ എന്ത് ചെയ്യണം? പ്രവർത്തിക്കേണ്ടതാരാ? അല്ലേ? നമ്മളാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിനെ ഭാരതീയത്തിൽ പറയുന്നത് ഭൗതികവും ആത്മീയവും. ഇത് ഗുരു ഇതിൽ പറയുന്നുണ്ട്, ഭൗതികവും ആത്മീയവും ഇത് നാണയത്തിൻ്റെ രണ്ടാണ്. ഭൗതികമില്ലാതെ എങ്ങനെയാണ് ആത്മീയമില്ല? ആത്മീയമെന്നും ഭൗതികമെന്നും ഒരേപോലെ. കാരണം ശരീരമെന്ന ഭൗതികമില്ലാതെ ആത്മീയം വളരില്ല. ഇത് ഗുരു പറഞ്ഞ ഗുരുവാണികളാണ്. അവിടെ ഗുരു നമ്മളോട് അമ്പാടി കൃഷ്ണപ്രസാദിനെ പറഞ്ഞത്, ഈ ജീവൻ പ്രവർത്തിക്കണമെങ്കിൽ ശരീരം വേണം. ശരീരത്തിന് പ്രവർത്തിക്കാൻ എന്ത് വേണം? ജീവൻ. രണ്ടിനും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടു. അപ്പോൾ ഈ ശരീരത്തിൽ എന്താ നമുക്ക് പ്രശ്നങ്ങൾ വരിക? ശരീരത്തിൽ എന്താ പ്രശ്നങ്ങൾ വരിക? രോഗങ്ങളാണ് അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ഗുരുവിനോട് പോയി ചോദിച്ച കാര്യങ്ങൾ എന്താ? രോഗങ്ങളാണ്. പിന്നെ ഉള്ളത് ഇതാണ്, സാമ്പത്തികമാണ്. അത് ജീവനിലാണ് കിടക്കുന്നത്. ശരീരത്തിൽ വരുന്ന രോഗങ്ങൾ ഏറ്റവും പ്രധാനമായി നമ്മൾ 3 കൊടുക്കണമെന്നാണ് അല്ലേ? ശരീരത്തിൽ 3 തരത്തിലുള്ള രോഗങ്ങൾ നമ്മളെ വളരെ ശക്തമായി ബാധിക്കുന്നു. ഏതൊക്കെയാ? ഫസ്റ്റ് ഗുരു പറഞ്ഞത് നമ്മുടെ ജനറ്റിക്കാണ്, പാരമ്പര്യമായി നമുക്ക് കിട്ടുന്ന രോഗങ്ങളാണ്. അതായത് കണ്ണിന് പവറില്ല അല്ലേ? കുറേ പ്രാവശ്യം ഗുരുവിന് ചോദിച്ചിട്ടുണ്ട്, പൈസയും കൊണ്ട് പോയിട്ടുണ്ട്. കണ്ണിലെ ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ണെടുക്കാം. എനിക്ക് പറയാത്ത ഒന്നുമില്ല. 2-3 തലമുറയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ആ പൈസേനെ ഗുരു വാങ്ങി വെച്ചു. ഇവരുടെ സഹകരണ ബന്ധത്തിന് പൈസ ഇല്ലാത്തപ്പോഴാണ് ഒരു കണ്ണിനെന്ന് പറഞ്ഞിട്ട് ഒരു സിദ്ധം വിളിച്ചിട്ടുണ്ട്, കണ്ണു വെറ്റിക്കാൻ. എടാ അത് അവിടെ ഇരിക്കട്ടെ. പിന്നെ ഗുരു ആദ്യ സങ്കല്പം വെച്ചപ്പോൾ എനിക്ക് ബുദ്ധി കൂടുതലാണ്. ഞാൻ വീണ്ടും ശിക്ഷ കൊടുത്തു 2002. അതേപോലെ ചിത്രം
അതേ മെഡിസിൻ സംഘാജ് എന്നെ കൊണ്ട് ഇടിപ്പിച്ച് എൻ്റെ കണ്ണു വെച്ചിട്ടോളാം അല്ലേ. കണ്ണിന് പവറില്ലാതാവുക, വികലാംഗനായി ജനിക്കുക, മന്ദബുദ്ധിയായി ജനിക്കുക, അല്ലേ. ഇതുപോലെ ക്യാൻസർ രോഗികളായി ജനിക്കുക, കിഡ്നി ഫെയിലിയർ ആവുക. അത് നമ്മുടെ കോഴിക്കോടേക്ക് ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷമം വരിക അങ്ങനെയാണ്. അങ്ങനത്തെ രോഗികൾ ഇഷ്ടം പോലെ വരും. കഴിഞ്ഞ ആഴ്ച അവിടെ വന്നത് കിഡ്നി ഫെയിലിയർ ആവുന്ന ഒരു കുടുംബം. എല്ലാവർക്കും 25 വയസ്സാകുമ്പോൾ ആ കുടുംബത്തിൽ എല്ലാവരും കിഡ്നി ഫെയിലിയർ ആവും. അവരെ വിളിച്ച് തന്നിരുന്നു. മണിപ്പാലിലൊരു ഡോക്ടറും. ആ ഡോക്ടർ നല്ലൊരു ഉപദേശമാണ് തന്നു. സ്വാമി ടെൽ ദം ഡോണ്ട് മാരേജ്. അവരോട് പറയണം, ആരും കല്യാണം കഴിക്കരുത്. നീ കല്യാണം കഴിച്ചാൽ എന്ത് സംഭവിക്കും? ഇനി ജനിക്കുന്ന കുട്ടികൾക്കും എന്തുണ്ടാവില്ല, അപ്പൊ നമ്മുടെ ഈ ഗതികേട് ജനറ്റിക്, ഇത് 20,000 വർഷം മുമ്പ് എഴുതി വെച്ചൊരു ഗ്രന്ഥം അതിൽ പറയുന്നു, 7ാം മറവ് എന്നാണ് വിളിക്കുന്നത്. ഇതാണ് പല അസുഖമായ ഗുരുവിൻ്റെ മുന്നിൽ മുമ്പിലും ഗുരു നമ്മളോടൊരു പരിധി വരെ ഇങ്ങനെ പറയട, അത് പാരമ്പര്യമായി വന്നതാണ്, കുറച്ച് സമയമെടുക്കും മാറാൻ എന്ന് നമ്മളോട് പറയും. അവിടെയാണ് ഈ പൗർണമി പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലേ, ഗുരു അവരോട് എന്താ പറയുക? പൗർണമിക്ക് കുംഭവും ദീപമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കടാറ്. എന്താ കാരണം? ഇത് 7 തലമുറയിൽ നിന്നാണ് കിട്ടുന്നതാണ്. ഇതിന് 7ാം മറവ്. നമ്മുടെ സിദ്ധ മെഡിക്കൽ കോളേജിൽ സിദ്ധ പഠിച്ചവരാരെയും ചോദിച്ചാൽ പറഞ്ഞു. ഇതാണ് സിനിമയായിട്ട് വന്നത്. കണ്ടോ സിനിമ ആരെയും കൊണ്ട് 7ാം മറവ് കൊണ്ട് സിനിമ അല്ലേ? അതിൽ ബോധിധർമ്മൻ എന്ന സന്യാസി ചൈനയിൽ പോകുന്നതും അദ്ദേഹത്തിൻ്റെ 7ാം തലമുറയുടെ DNA അന്വേഷിച്ച് വരുന്ന ജനറ്റിക് സയൻസ് സ്റ്റുഡൻസിൻ്റെ കഥയാണ് അതിൽ. ഇങ്ങനെ 7 തലമുറയിൽ നിന്നാണ് ഇത് ഉണ്ടാവുന്നത്. DNA അതിൻ്റെ ക്രോമസോം ഉണ്ടാവുന്നത് 2019 3 സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. അവർക്ക് നോബൽ പ്രൈസും കിട്ടി. അതുകൊണ്ടാണ് ഇന്ന് പോലീസുകാർ എന്തെങ്കിലുമൊക്കെ കേസ് വന്ന് തെളിയിക്കുന്നതിലൂടെയാണ് DNA ടെസ്റ്റുകൾ. അപ്പൊ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛൻ്റെ 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 അച്ഛൻ, അയാൾ എന്തെല്ലാം നല്ലതും ചീത്ത ഇവർ 7 പേരും ചെയ്തിട്ടുണ്ട്. അമ്മട ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം ആരെ ബാധിക്കും? നമ്മുടെ ശരീരത്തിൽ ബാധിക്കും. അപ്പൊ നമുക്ക് അസുഖങ്ങൾ വരാം, വിഷമങ്ങൾ വരാം, ദുരിതങ്ങൾ വരാം. അതൊക്കെ നമ്മൾ ഗുരുവിലെടുത്ത് പോകും. അങ്ങനെ എത്രയോ പേരുടെ സംഭവങ്ങൾ നമ്മുടെ ഈ കണ്ണൂരിനെ അന്വേഷിച്ചിട്ട് ഗുരു അവരെ വിളിച്ച് പറഞ്ഞതും, നിന്റെ മക്കൾക്ക് ഇങ്ങനെ വരുന്നു, നിനക്കിങ്ങനെ വരാനുള്ള കാരണം ഇതാണെന്നാണ്. ഗുരു ചോദിച്ചു, അവർ ചെയ്ത് നിങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്ത് ആരനുഭവിക്കണം? 7 തലമുറ മക്കളാണെങ്കിൽ പിന്നെയും പോട്ടെ പറയും അല്ലേ. ഇവിടേക്ക് കോഴിക്കോടില് ഞാൻ ഇടുക്കിയിലിരിക്കുന്ന ഒരാളൊന്ന് പറഞ്ഞാൽ, അവരുടെ കുടുംബത്തില് എപ്പോൾ വന്നാലും ദാരിദ്ര്യം, സ്വത്ത് വരും അതിൻ്റെ ഇരട്ടി സ്പീഡും, സ്വത്ത് വരും ഇരട്ടി സ്പീഡും. സ്വത്തൊന്നും ഭയങ്കര രസമാണ് കാണാം. കാറൊക്കെ എടുത്തിട്ട് ശാന്തിഗിരിയാശ്രമം കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്നുണ്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കാണാം ഒരു 1.5 വർഷം കഴിയുമ്പോൾ മുടങ്ങിയിട്ട് സ്വാമി പുഷ്പാഞ്ജലി തരാൻ കാശില്ല, എല്ലാം കൂടി അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാനത് ഈ ശിശുബോധത്തിൽ പോയി പറയാൻ പറ്റും. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെയല്ല സ്വാമി, ഇത് ഗുരു ഉള്ളപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മുത്തച്ഛൻ്റെ കാലത്ത് മുമ്പ് ഇവിടെ ഒരു സന്യാസി ഇതുപോലെ ഞങ്ങൾ പറ്റിച്ചിട്ടുണ്ട്. സ്വത്തിൽ ഇതിൻ്റെ ഗതികേട് എവിടെ വന്നുകൊണ്ടിരിക്കുന്നു? അപ്പം ഇത് വരും. അപ്പം ഞാൻ ചോദിച്ചത് ഗുരുവിനോട്, അന്ന് എൻ്റെ അച്ഛനോ എൻ്റെ മുത്തച്ഛനോ എൻ്റെ ഗുരുവിനോട് ചോദിച്ച് തിരുത്താൻ പറ്റും. ഗുരു തിരുത്തി കൊടുക്കും. തിരുത്തിലാണെന്ന് പറഞ്ഞു. ഗുരുജിത്തിൻ്റെയൊക്കെ നിങ്ങൾക്കറിയാം. തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഗുരുജിത്ത് എന്ന ഇലക്ട്രീഷ്യൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായി അല്ലേ? ഗുരുവിൻ്റെ ഗുഹയിൽ നിന്നും നീലപ്രകാശം പോയ കാര്യങ്ങൾ അത് നമുക്ക് പിന്നീട്. ഇവിടെ നമ്മൾ പറയുന്നത് നമ്മൾ അനുഭവിക്കുന്നതെല്ലാം നമ്മുടെ മുൻകാലത്തെ 7 തലമുറയുടെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അടുത്ത 7 തലമുറയെ ബാധിക്കും. ഇതാണ് ഗുരു പറയുന്നത്. ഇത് തിരുത്തണം. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഗുരുപൂജ പറഞ്ഞ പോലെ പൗർണമി പോലെ ഇത് ഗുരു പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇത് ആ 7ാം മറവ് എന്ന പുസ്തകത്തിലും പറയുന്നു വളരെ വ്യക്തമായി. ഒരു മഹാഗുരുവിൻ്റെ മഹാത്യാഗം കൊണ്ടും ആ വാക്കുകൊണ്ടും പ്രവർത്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇത് തിരുത്തപ്പെടാൻ പറ്റുള്ളൂ.
ഇത് ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ ഇത് പറയുന്നു. ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ലാസ്റ്റ് കർമ്മയോഗം ജ്ഞാനയോഗമൊക്കെ പറഞ്ഞിട്ട് പറയണം, അർജുന അതൊന്നും നിനക്ക് ആവശ്യമില്ല. സർവപരിത്യാഗിയായിട്ട് ഒരു മഹാഗുരുവിനെ നീ സേവിച്ചാൽ മതി. ഇതെല്ലാം നമുക്ക് സ്വയം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ആദ്യത്തെ പ്രശ്നമായ ജനറ്റിക് പ്രോബ്ലം നമ്മൾ തീർക്കണം. ആരെ പിടിച്ചിട്ട്? ഗുരുവിനെ. ഇതിനാണ് അടുത്ത നോബൽ സമ്മാനം കിട്ടും. വരാൻ പോകുന്ന നോബൽ സമ്മാനം അതിനാണ്. ശാന്തിക്ക് നേരത്തെ പറഞ്ഞു തരും. എന്താ അടുത്ത നോബൽ സമ്മാനം? റിപ്പയറിംഗ് ഓഫ് DNA. അടുത്ത നോബൽ സമ്മാനം. അത് ചിലപ്പോൾ അമേരിക്കക്കാരനോ ഒരു ബ്രിട്ടീഷുകാരനൊക്കെ ആയിരിക്കും കിട്ടുക. പക്ഷെ ശാന്തിഗിരിയും നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അവർ പറയണ പോലെ പേപ്പറാക്കാനും അവർ ചെയ്ത പോലെ റിസർച്ച് ചെയ്യേണ്ട കാര്യം നമുക്കില്ല. നമ്മൾ പറയുന്നത് റിപ്പയറിംഗ് ഓഫ് DNA ഈസ് പോസിബിൾ. നമ്മൾ തെളിയിച്ചു. അങ്ങനെയാണ് ആ കുട്ടി ജനിക്കുന്നത്, നിങ്ങളുടെ മക്കളൊക്കെ ജനിക്കുന്നു. അതാണ് ശാന്തിഗിരിയുടെ കല്യാണത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ പ്രാധാന്യം കൊടുത്തില്ല. നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിനും മുടിയുടെ നീളത്തിനും കുട്ടിയുടെ സ്വത്തിനും സ്വർണത്തിനും വീടിനൊക്കെയാണ് പ്രാധാന്യം. ഇവർ പ്രാധാന്യം കൊടുക്കണമായിരുന്നു ഈ ജനറ്റിക് പ്രോബ്ലം തീർക്കാൻ. അപ്പോൾ ചിലപ്പം അവിടെ എരുതിൽ നിൽക്കുന്ന ഒരാളെയായിരിക്കും ഒരു ചൂണ്ടിക്കണ്ടി. അതാണ് അതിൻ്റെ കാരണം. പക്ഷെ നമ്മളെന്താ നോക്കുക? ഇന്നലെ സ്വാമി പറഞ്ഞ പോലെ, ഗുരുരത്ന സ്വാമി പറഞ്ഞ പോലെ തന്നെ ഞാൻ ശാന്തിഗിരി പോലെ തന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു അല്ലേ? പാലക്കാടുകാരനെ പറഞ്ഞു. എന്ത് വേണം? 1000 അതിന് മുകളിലുള്ള ആളെ മാത്രം മതി, താഴേക്ക് വേണ്ട. അങ്ങനെയല്ല ഗുരു. ആ ജീവന് ചേരുന്നത് ഈ പറഞ്ഞ പോലെ ജനറ്റിക് പ്രോബ്ലം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകത്തക്ക വിധത്തിൽ എന്താണോ നമുക്ക് വേണ്ടത് ആർക്കെ അറിയുള്ളൂ? ഗുരുവിനെ. അപ്പൊ ആദ്യത്തെ പ്രോബ്ലം നമ്മൾ തീർക്കുന്നതാണ് ഗുരു പറയും. ജനറ്റിക് പ്രോബ്ലം ശരീരത്തിൽ ജന്മനാൽ ഉണ്ടാകുന്ന വികലാംഗനായുള്ള കർമ്മഗതി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറ്റും. രണ്ടാമത്തെ നമുക്ക് വരുന്നത് ഗുരു പറഞ്ഞത്, നമ്മൾ ജോലിയും കർമ്മവും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങളുണ്ടാകും അല്ലേ? നമ്മൾ പല ജോലികൾ ചെയ്യുന്നവർ, ഇപ്പൊ ടീച്ചർമാരില്ലേ അല്ലേ? ടീച്ചർമാർക്ക് വരുന്ന അസുഖം എന്താ? വെരിക്കോസ് വെയിനും ത്രോട്ട് വെയിനും അല്ലേ? ഇത് അവരുടെ ജനറ്റിക്കലി കയറും. KCBയിൽ വർക്ക് ചെയ്യുന്നവർ ചോദിച്ചു അവർക്ക് അല്ലേ? ഇന്നത്തെ അസുഖം വേറെ ഒരു അസുഖം ഉണ്ട്. കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇവിടെ ഷോൾഡർ വരും. ഇത് ജനറ്റിക്കലി കയറിയ പ്രശ്നം എന്താ അറിയോ? ഇത് അടുത്ത തലമുറയ്ക്ക് അറിയാതെ വരും. അപ്പൊ നമ്മുടെ ഈ എല്ല് തേയ്മാനം, മുട്ട് മടങ്ങുന്നില്ല, ഇടുപ്പ് വേദന എന്നൊക്കെ പറയുന്നില്ലേ? ഇതെന്താണ്? നമ്മുടെ അവിടുന്ന് കിട്ടിയതാണ്. അവിടെ എവിടെയോ ആരും ചെയ്തു വെച്ചത് നമ്മുടെ DNA എവിടെ എത്തി? നമുക്ക് കയറി വന്നു. ഇതന്നെയാണ് പഠിച്ച തലേക്കാരൻ. അപ്പൊ ഇവര് പറഞ്ഞത് ഈ കർമ്മം കൊണ്ടുണ്ടായിട്ടുള്ള കാര്യത്തെ എവിടെ കൊണ്ട് തീർക്കണം? ഗുരുവിൻ്റെ അവിടെ വന്ന് കർമ്മം ചെയ്തിട്ട് ഇതിനെ കറക്റ്റ് ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് രണ്ടാമത്തെ വലിയ പ്രശ്നം തീർന്നു. എന്നിട്ട് ഗുരു പറഞ്ഞു, മൂന്നാമത്തെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ശ്രദ്ധാപൂർവം ചെയ്യാനുള്ള അറിവ് നിങ്ങൾ വേണം. ഏത് കാര്യം ശ്രദ്ധാഭക്തി എന്ന് ഗുരു പറയും അല്ലേ? അപ്പൊ നമ്മൾ ശ്രദ്ധാപൂർവം ചെയ്യണം. ശ്രദ്ധയില്ലാതെ വെഹിക്കിൾ ഓട്ടിച്ച് എന്ത് സംഭവിക്കും? 2 വീലറൊക്കെ ഓട്ടിച്ച് പ്രശ്നമുണ്ട്. അടുക്കളയിൽ കയറിയിട്ട് നമ്മൾ ഗ്യാസൊക്കെ ഓൺ ചെയ്ത് ശ്രദ്ധയില്ലാതിരുന്നാലോ? ഒന്നും പറയാനില്ല. KCBക്കാരൻ ചോദിച്ചത് ശ്രദ്ധയില്ലാതെ എന്തെങ്കിലും കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നാട്ടുകാരെന്നും കിട്ടും, കരണ്ടെന്നും കിട്ടും. ശ്രദ്ധ വേണമെന്നാണ് ഗുരു പറയുന്നത്. ഏത് കാര്യം ചെയ്യുമ്പോൾ നമ്മളതൊരു പ്രാർത്ഥനയ്ക്ക് നിൽക്കുമ്പോൾ, അവിടെ ആരാധന ചെയ്യുമ്പോഴും, ഈ സത്സംഗത്തിലിരിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുന്നു. അപ്പൊ ശ്രദ്ധ എവിടുന്നേ കിട്ടുള്ളൂ? ആശ്രമത്തിൽ നിന്ന് കർമ്മം ചെയ്യണം. അതാണ് ഗുരുമഹിമക്കാരോട് ഇവിടെ നിൽക്കാൻ പറയുന്നത്. അവരുടെ ശ്രദ്ധകൾ 10 വയസ്സ് തൊട്ടിട്ടാണ് അതിനെ സ്ഫുടം ചെയ്യും. ആ സമയത്ത് നിങ്ങളെന്ത് ചെയ്യും? അച്ഛനമ്മമാര് അശ്രദ്ധയിലേക്ക് അവർ വിളിച്ചുകൊണ്ടു. ഇവിടെ അടുത്തൊരു പാത്രം എടുത്ത് വയ്ക്കുമ്പോൾ സൗമ്യൻ്റെ അടുത്ത് നിൽക്കണം നിങ്ങളൊക്കെ പിന്നെ എന്നോട് ചോദിച്ചാൽ നമ്മളൊക്കെ അവരെ പറയും. പക്ഷെ ആ ശ്രദ്ധ കിട്ടുന്നത് അവരുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ. ഒരു പാത്രം അലക്ഷ്യമായി വെക്കുകയോ തീപ്പെട്ടി ഇതുപോലെ വെക്കുകയോ ചെയ്ത് ഞാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു സാധനം വെച്ച് സൗമ്യൻ്റെ കണ്ട നമ്മളെ ലെഫ്റ്റ് റൈറ്റ് ഇത് എന്താ കാരണം? ശ്രദ്ധയുള്ളവരായിരിക്കണം. അതാണ് ജന്യെ കൊണ്ടുള്ള ഗുണം. നമ്മൾ വിചാരിക്കും ആ വെറുതെ പറഞ്ഞതിനൊക്കെ ചീത്ത വിളിക്കണമെന്നില്ല. അല്ല, ഗുരു അവരെ പഠിപ്പിച്ച ശ്രദ്ധകളാണ്.
അതിൻ്റെ കഥകൾ കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. അതിൻ്റെ ശിക്ഷാ നടപടികളുണ്ടല്ലോ, അതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ. കൊട്ടും വാദ്യമൊക്കെ ആയിട്ട് നടത്തിച്ചിട്ടുണ്ട്. എന്തിനാണ്? ഒരു ശ്രദ്ധാക്കുറവിൻ്റെ പേര്. അവർ പറഞ്ഞതാണ് ശ്രദ്ധാപൂർവം ചെയ്യാനുള്ള നമുക്ക് വേണം. ഞങ്ങൾ കുറേ ഭാഗ്യവന്മാരാണ് അതുകൊണ്ട്. കാരണം എന്താ പറയുക, ഞങ്ങളൊക്കെ തെറ്റിയാലും ശിശുവിനെ ഞങ്ങളോട് വളരെ അഡ്ജസ്റ്റ്മെൻറ്റ് പോട്ടാന്നൊക്കെ ചെയ്തത്. ഒരു വളരെ ശ്രദ്ധയായിരുന്നു. ഒരു പിടിയരി മാറ്റി വെച്ചതിൻ്റെ പേരുണ്ടായ പ്രശ്നങ്ങളൊന്നും കേട്ടാൻ ഞെട്ടിപ്പോയി. അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ ശരീരം സ്ട്രോങ് ആയി അല്ലേ? ജനറ്റിക് പ്രോബ്ലം തീർന്നു, കർമ്മവ്യാധികൾ തീർന്നു, ശ്രദ്ധക്കുറവ് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പോയാൽ ശരീരത്തിൽ ഏകദേശം ഭാഗങ്ങൾ ക്ലിയറായി. പിന്നെ ശരീരത്തിൽ എന്തില്ല? വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ കിടക്കുന്ന ജീവനിലാണ് അതില്ല. ഈ ജീവനിലാണ് അസൂയ, കുരുട്ട്, വിഷമ്പ് അല്ലേ, ഈഗോ, അഹങ്കാരം. പൈസ വന്നാലും നിൽക്കാത്തതിൻ്റെ കാരണം ഇവനാണ് അല്ലേ? നമ്മുടെ ജീവന് ശേഷിത്വമില്ലാത്തതുകൊണ്ട് നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും. ആശ്രമത്തിൽ വരാൻ തോന്നില്ല. ഇന്ന് നമ്മളെല്ലാം റെഡിയാവും. ഇന്ന് ശാന്തിഗിരി വെള്ളിയായി പോയിട്ട് കുറച്ച് വെള്ളമൊക്കെ നനയ്ക്കണം, അവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുമ്പോൾ ഈ ജീവനാണ് നമ്മൾ പറയുന്നത്. അവിടെ പോയി നനച്ചിട്ടുണ്ട്, 4 പ്രാവശ്യം അവിടെ മറ്റേ രാമകുട്ടേട്ടൻ കൃഷ്ണകുട്ടൻ നനച്ചു. നമ്മളെന്തിനാ പോകണം? തിരിച്ചു. ജീവനാണ് ഇതിൻ്റെയൊക്കെ കാരണം അല്ലേ? ഗുരുവിനോട് നമ്മളൊരു ചോദ്യമുണ്ട്. എൻ്റെ ചോദ്യം വേണ്ട, അതുകൊണ്ടാണ് എന്നെയൊക്കെ ഇറക്കി വിട്ടത്. കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചതാണ്. അങ്ങേ പലവരും ദർശനത്തിൽ കാണും, അവരൊന്നും വിശ്വാസിയാവുന്നു. ഒരു അറിവില്ലാത്ത പാലക്കാടിലെ കൃഷ്ണൻകുട്ടേട്ടൻ അല്ലേ, ചെല്ലച്ചുപ്പുറെടുത്തി ചാത്തപ്പനൊക്കെയാണ് ഗുരുവിന് ഭയങ്കര വിശ്വാസം. അവർക്കാണ് ഗുരു കിട്ടുന്നില്ല. തിരുവനന്തപുരത്തേക്ക് പോകാൻ പോലും ചിലപ്പോൾ അറിയില്ല. പക്ഷെ അവരെ ഉത്തമ വിശ്വാസമാണ്. കാരണം എനിക്കറിയാം, ഭരദ്വാജൻ മുനിയല്ല, ഭരദ്വാജൻ എന്ന് പറയുന്ന സന്യാസി എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അവിടെ മാസികയിൽ കഴിഞ്ഞിട്ട് ഒരു 4 മാസം നമ്മൾ മാസിക തുറക്കാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ല, പലവരും വീട്ടിൽ പോയ മാസിക അങ്ങനെ തന്നെ കവർത്തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടാവും. അത് നല്ലതാണ്, നല്ല പൊടി പിടിക്കില്ല. മാസികയിൽ അനുചേർത്തിൽ എഴുതിയില്ല അതിനെ കുറിച്ചൊക്കെ. അപ്പൊ ഭരദ്വാജ മുനിക്ക് പോലെ അതേപോലെ ഗുരുവായൂർ പോയപ്പോ അല്ലേ, ഗുരുവായൂർ പോയപ്പോ ആ മഹാത്മാവായ ആ പൂജ കഴിക്കുന്ന ആളെ കാണുന്നത് എന്താ? എന്നിട്ട് എന്താണ്? അയാളെ വിശ്വാസിയായില്ലേ? ഇതൊന്നും കാണാത്ത നമ്മളൊക്കെ വിശ്വസിക്കും. ഇവിടെ ശക്തമായി പൗർണമി പ്രാർത്ഥന അല്ലേ, നമുക്ക് ഒരു ചന്ദനത്തിരി പോട്ടെ, എന്തെങ്കിലും അങ്ങനെ ഒരു പ്രയാസം നമ്മൾ കാണാം. എന്താണ് ഇതിന്റെ കാരണം എന്ന് ഗുരുവിനോട് ചോദിച്ചു അല്ലേ? അങ്ങനെയിരിക്കുന്ന പാലക്കാടിലിരിക്കുന്ന എന്നെപ്പോലത്തെ ആൾക്കാർ ഗുരുവിനെ വിശ്വസിക്കുകയും ആശ്രമത്തിന്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പലവരും എന്താവുന്നില്ല, ഗുരുവിനെ വിശ്വാസത്തിൽ എടുക്കുന്നു. അല്ലെങ്കിൽ കുറച്ചു കാലം നിന്ന് അവർ പോകും. എന്താ അതിന്റെ കാരണം? ഇത് കുറെ കാലം ഞാനും ആലോചിക്കുന്ന കാര്യമല്ലേ, ഞാൻ ചോദിച്ചതാണ്. എന്റെ സംശയം എന്തായിരിക്കും കാരണം? നമ്മൾ ഈ ഇരിക്കുന്നവർ എത്ര പേര് ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ഡയലോഗ് അടിക്കാൻ മന്ത്രിസഭ റെഡിയാണ്. കർമ്മഗതി എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് ശിശുപൂജ ഞങ്ങൾക്ക് പറഞ്ഞു പഠിക്കാൻ. അത് എപ്പോഴാണ് ഇതിന്റെ നേർക്ക് വരിക എന്നറിയില്ല. ഈ ശിശുപൂജന്യയുടെ കർമ്മഗതിയെ കുറിച്ചും അതെങ്ങനെയാണ് ജന്മി കടന്നുപോയതും അതെങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തിനെ പോലും വിറപ്പിച്ചതെന്നും ജന്യാണ് ഓരോ സന്യാസാധീക്ഷ വാർഷികത്തിനും പഠിപ്പിക്കും. അതൊന്നും ജന്യ അനങ്ങിയില്ല, അജഞ്ചലമായിരുന്നു. അതാണ് ഗുരുഭക്തി അല്ലേ? അപ്പം നമ്മുടെ ഗുരു പറഞ്ഞത് നമ്മുടെ ജീവന് ഗുരുവുമായിട്ടൊരു പഴക്കമുണ്ട് അല്ലേ? എന്താണ്? നമ്മൾ അനേക ജന്മത്തിൽ ഗുരുവിനെ കല്ലെടുത്തെറിഞ്ഞിട്ടോ ഗുരുവിൻ്റെ ആഹാരത്തിലും മണ്ണ് വാരിയിട്ടിട്ടൊക്കെ ഒരു ബന്ധമുണ്ടാകും. അത് ഏതെങ്കിലുമൊക്കെ ജന്മത്തിലായിരിക്കുന്ന ഗുരു. അതാണ് ഗുരു എന്നോട് പറഞ്ഞത്. ഡൽഹിയിലായാലും അങ്ങനെ അനേക ജന്മത്തെക്കുറിച്ച് പൂർണ്ണസ്വാമിയുടെ ഗോവർഷനും ഞങ്ങളോടൊക്കെ ഗുരു അന്ന് 98 ഏപ്രിൽ 14 97 ഏപ്രിൽ 14 ആ പാലക്കാട് പർമ്മശാലയിൽ നിന്ന് പറഞ്ഞത്. ഒരു 7 or 8 ജന്മത്തെക്കുറിച്ച് പറഞ്ഞു, അതിൽ കൂടുതൽ. അപ്പൊക്കെ നമ്മൾ ആരുമായിട്ട് ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നത്.
ഗുരുവിനെ മുട്ടിട്ടില്ല. ഭരതാനും എനിക്ക് ദർശനമൊക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല, ഗുരുവുമായിട്ട് ജന്മാന്തര ബന്ധമില്ല. നമുക്ക് ഗുരുവിന്റെ തുണിയെടുത്തിൽ പോയ ബന്ധമെങ്കിലും ഉണ്ട് അല്ലേ? ഇടുക്കി പോയപ്പോൾ ഒരാൾ പറഞ്ഞു പറയാനില്ല, ഗുരു വിളിക്കുമ്പോ ഗുരുവിന്റെ ഒരു ജന്മത്തിലെ വസ്ത്രം എടുത്തു. ആ ബന്ധത്തിലും അങ്ങനെ അതിനുശേഷമുള്ള ബന്ധത്തിലും കുറേ പേര് ഗുരുവിന്റെ കൂടെ നിന്നു. അവരന്ത്യം വരും. ആ കാലത്തിലൊക്കെ ഓരോ കാലത്തിലും, അതാണ് ശിശുഭൂത 8ാമത്തെ വയസ്സിൽ കണ്ട ദർശനങ്ങൾ. ഗുരു ഇരുന്നുകൊണ്ടൊരു പാറക്കല്ലിന്റെ മുകളിൽ രാവിലെ 6 മണിക്കാണ് പറയുന്നത്. ആ കണ്ടത് സത്യമാണ്. പക്ഷെ ഈ ഒരു കാലത്ത് എന്നെ ഇട്ടിട്ട് പോകേണ്ട ഒരു ഗതികേട് നിൽക്കുക, നീ ഇത് കടക്കണം. നമ്മളാണ് എന്ത് ചെയ്യും? കാറും കൊണ്ട് അച്ഛനമ്മയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വഴിക്ക് ഓടിയിട്ടുണ്ട് അല്ലേ? അതും ഗുരുവാണ് പറയുന്നത്. ആരോട്? നമ്മളോട് ഇറങ്ങിപ്പോവാൻ. നീ വയ്ക്കോ. ജന്മി പറഞ്ഞത് ഒരു മെഡിസിൻ ഒരാൾക്ക് മരുന്ന് കൊടുക്കാണ്ടായിരുന്നു, അത് എടുത്തു കൊണ്ടുവന്നു. എൻ്റെ അച്ഛനമ്മയും നിൽക്കുന്നുണ്ട് ഇപ്പുറത്ത് കൂടെ വന്ന് മരത്തിൻ്റെ ഇപ്പുറത്ത് വന്നിട്ട് ഞാൻ ആ മരുന്ന് അവരെ ഏൽപ്പിക്കുന്നു. തിരിച്ച് പർണശാലയിൽ ഒന്നും കൂടി ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവം പറഞ്ഞു അല്ലെങ്കിൽ പോയി. വീണ്ടും പോകുമ്പോൾ ഗുരു പറഞ്ഞതെന്താ? ഇറങ്ങിക്കോളാം. കമ്മിറ്റിക്കാർ പറഞ്ഞെന്താ? ഇറങ്ങിക്കോളാം. പ്രസിഡന്റ് സെക്രട്ടറിയും പറഞ്ഞെന്താണ്? പൊയ്ക്കോളൂ, പൈസ ഒന്നും മണികൾ തരാം, വണ്ടി കാശുകളൊക്കെ കൊണ്ട് തരും അല്ലേ? അവിടെയാണ് ഒരു ശിഷ്യന്റെ ധർമ്മം. ആ 8 വയസ്സിലെ കാര്യം ഓർക്കുക. ഇത് ഗുരുവിന്റെ കാലിൽ വീണ് പറയുന്നു. ഗുരു പറഞ്ഞെന്താ? ഇനി കഴിഞ്ഞു, ഇനി നമുക്ക് വരണോട് വെച്ചാൽ അല്ലേ? പിന്നെ ഒന്നും ഇന്ത്യൻ അല്ല, അമേരിക്കയുടെ പ്രസിഡന്റ് വിചാരിച്ചിട്ട് തൊടാൻ പറ്റുമോ? സാധനത്ത് എത്രയോ അനുഭവങ്ങളുണ്ട്. അപ്പൊ ജീവന് ഇതുപോലത്തെ ഒരുപാട് കുറവുകളും ഗതികേടുകളും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ദരിദ്രനായിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എപ്പോഴും ഗുരുവിനൊരു ഭക്തി വരാറ്. എന്നാലും ജന്മാന്തര ബന്ധം കൊണ്ട് വീണ്ടും വരും. നമുക്ക് ചിലപ്പോൾ ഗുരുവിൽ അവിശ്വാസം വരുന്നത് അതുകൊണ്ട്. ഒരു 9 പ്രാവശ്യമെങ്കിലും വരുമെന്നാണ് സതീശൻ സാറോട് ഗുരു പറഞ്ഞത്. ആ ബുക്കിൽ എഴുതി. ഇത് ഇന്ത്യയുടെ മൂല്യനിർമ്മാണം എന്നതിലും പറയുന്നു, വരും. അപ്പൊ ഈ ജീവനിൽ കിടക്കുന്ന ഇതുപോലത്തെ ഗതികേടുകൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യും. അതിന് ആ കുട്ടിയെ നിങ്ങൾ വിടാതിരുന്നാൽ ആ കുട്ടിക്ക് തിരുത്താൻ പറ്റുമോ? നിങ്ങൾ വരാതിരുന്നാൽ തിരുത്താൻ പറ്റുമോ? പറ്റില്ല. ഇതവിടെ കിടക്കുകയാണ്. ഇതാണ് പൂർണ്ണസ്വാമിയോട് ഗുരു പറഞ്ഞത്. നീ എത്രയോ ജന്മത്തിൽ എന്നെ ഇട്ടിട്ട് പോയി. എൻ്റെ അതൊക്കെ പറഞ്ഞു. 1, 2, 3, 4. അതിൻ്റെ ഇടയിൽ കൂടെ ആര് വന്നു? എനിക്ക് ചെറിയ പെൺകുട്ടിയും വന്നു. അവിടെ ഈ ജന്മത്തിൽ ഗുരുവിനെ 3 പ്രാവശ്യം കൊല്ലാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ഒരു ജീവനുണ്ട്. ഒന്ന് ഗുരുവിനെ ആദ്യകാലത്ത് അല്ലേ, ഗുരുവിൻ്റെ വർക്കലയിൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്ത്രീ സ്വർണ്ണമൊക്കെ എടുത്ത് ഗുരു പറഞ്ഞു വരാൻ പറഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതിയുകൊണ്ട് ഇറങ്ങി വന്നു. മനസ്സിലായോ? രണ്ടാമത് ഗുരു വർക്കലയിൽ ശാന്തിഗിരി ആശ്രമം തുടങ്ങിയപ്പോൾ അവിടെ ഒരു സ്ത്രീ പഠിച്ചു. മൂന്നാമത്തെ എവിടെ വന്നു? എത്തിച്ചാൽ. ഇത് എവിടെന്നാണ് അനുഭവിച്ചിരിക്കുന്നത്? ഇത് പറയുമ്പോഴാണ് ഗുരു പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഗതികേടുകളും വശങ്ങളും ആർക്കൊക്കെ ഉണ്ട്? നമുക്കൊക്കെ ഉണ്ട്. ഇത് എവിടെ കൊണ്ട് തീർക്കണം? ഗുരുവിന്റെ അടുത്ത് നമ്മൾ തീർക്കണം. അല്ലാതെ ആ മോള് പറഞ്ഞ പോലെ ഗുരുമേമയുടെ കുട്ടികളെ ട്യൂഷനും എൻട്രൻസ് കോച്ചിങ്ങും എന്ന പേരിൽ നിങ്ങൾ മാറ്റി നിർത്തിയാൽ എൻ്റെ ഒരു ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. എൻ്റെ ഒരു ചെറിയൊരു ചോദ്യമാണ്. ഈ ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും എത്ര കാലമുള്ളത്? 2 കാലം. ശരിയല്ലേ? എല്ലാവർക്കും എത്ര കയ്യാ? 2 കൈയല്ലേ? 2 കണ്ണേ ഉള്ളൂ. ശരിയാണോ അല്ലേ? എല്ലാ മനുഷ്യർക്കും 1400 ഗ്രാം ബ്രെയിനേ ഉള്ളൂ. അമേരിക്കക്കാരന് എത്ര? ജപ്പാൻകാരനോ? ഇന്ത്യക്കാരനോ? കുതിരവട്ടത്തിൽ കിടക്കുന്ന മുഴുപ്രാന്തനോ? 1400 അപ്പൊ എൻ്റെ ചോദ്യം, A+ വാങ്ങുന്നവന് എത്രയാണ്? ആരാണ് ഉപയോഗിക്കുന്നത്? ആരാണ് ഈ ബ്രെയിനിനെ ഉപയോഗിക്കുന്നത്? ആരാണ്? വേഗം പറയും.
ശരീരം ആരാ പ്രവർത്തിപ്പിക്കുന്നത്? ജീവനാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഈ ജീവനാണ് ബ്രെയിനെയും ഈ ശരീരം. ജീവന്റെ പുണ്യക്കുറവാണ് മാധ്യമത്തിൽ വ്യാധിയായിട്ട്. ഈ വ്യാധി ബ്രെയിനിൽ കയറുമ്പോൾ A+ കിട്ടണ മോൾക്ക് എത്ര കിട്ടുള്ളൂ? നിങ്ങൾ എത്ര കുത്തിയാലും കയറുമോ? കയറില്ല. അപ്പൊ ഗുരു പറഞ്ഞത് ഈ ജീവന് ശേഷിത്വമാണ് അല്ലേ? നമ്മള് എപ്പോഴും ഒരു കഥ പറയാറുണ്ട്. ആ ജ്യോതിർമയ സ്വാമി ഏറ്റവും മനോഹരമായ കഥ പറയും അല്ലേ? നമ്മള് ഒരു നല്ല മാവിന്റെ ചോട്ടിൽ പോയി നിൽക്കുകയാണ്. നമുക്ക് അവരെ തന്നെ വിളിക്കാം അല്ലേ? നമ്മുടെ AI ആയിരിക്കുന്ന സബ് എഞ്ചിനീയർ ഒരു മരത്തിന് ചോട്ടിൽ പോയി നിൽക്കുക. നല്ല മാമ്പഴം, മധുരമുള്ള മാമ്പഴം അവരുടെ ദേഹത്ത് പോയി. കൽക്കണ്ടം പോലെ പഞ്ചസാരയേക്കാളും മധുരമുണ്ട്. എന്ത് ചെയ്യും? കഴിക്കുകയും ചെയ്യും. 2-3 തട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും? വീട്ടിൽ കൊണ്ടുവന്ന് മക്കൾക്കും ഭർത്താവിനും കൊടുത്തിട്ട് 2-3 കുഴിച്ചിടും. എന്താ കാരണം? ഞങ്ങൾ പോകണ്ടല്ലോ. നമ്മുടെ വീട്ടിലുണ്ടാവും നല്ല മധുരമുള്ളത്. ഇതേ സംഗതിയാണ് ന്യൂട്ടന്റെ തലയോടൊപ്പം സംഭവിച്ചത്. ന്യൂട്ടൻ എന്ത് ചെയ്തു? എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചില്ല? ഇതാണ് ഗുരു ചോദിച്ചത്. ഇത്രയും എന്തുകൊണ്ട് നമ്മൾ ചിന്തിച്ചില്ല? ഇത്രേ വ്യത്യാസമുള്ളൂ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ദുബായി പോകാനുള്ള കാരണം ഇത്രയും. കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങുന്നതിന്റെ കാരണം ഇത്രയും. കരിപ്പൂർ വിമാനത്തിൽ ന്യൂയോർക്ക് പോയി ഇറങ്ങാനുള്ള കാരണം ഇത്രയും. എന്താണ്? നമുക്കും ന്യൂട്ടനും എന്തേ ഉള്ളൂ? ബിൽ ഗേറ്റ്സിനും ഈ ലോകത്ത് കാണുന്ന സകല ബുദ്ധിമാനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതവനായിക്കോട്ടെ, അവൻ എത്രയേ ഉള്ളൂ? 1000. പക്ഷെ അവന്റെ ജീവൻ എനർജി കൂടുതലാണ്. ഈസിക്കൽ ടു mc². M × c². c² എന്താ? വേഗം പറയണം. എന്താ c²? വെലോസിറ്റി ഓഫ് ലൈറ്റ്. എല്ലാ ലൈറ്റും എവിടുന്നാ ഉണ്ടാവുന്നത്? എല്ലാ ലൈറ്റുകളും എവിടുന്നാ ഉണ്ടാവുന്നത്? സകല പ്രകാശങ്ങളും ഉറക്കെ പറയണം. ബ്രഹ്മത്തിൽ നിന്ന്, അല്ലെങ്കിൽ നവൊലി. സകല പ്രകാശങ്ങളും ഉത്ഭവിക്കുന്നത് എവിടുന്നാ? നവൊലി. സൂര്യന് പോലും പ്രകാശം കിട്ടുന്നത് എവിടുന്നാ? സൂര്യ മാറ്റി വരച്ചു വേനും കല്യാണ കളയമ്പരം എന്ന് നമ്മൾ രാവിലെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് പ്രകാശിക്കാനുള്ള കഴിവില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നാസനെ എപ്പോഴെങ്കിലും കണ്ടുപിടിക്കും. അപ്പൊ നമ്മൾ ക്ലാപ്പടിക്കും. എന്നിട്ട് അവന് നമ്മൾ സമ്മാനം കൊടുക്കും. ദിവസം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ. അപ്പൊ സകല പ്രകാശങ്ങളും ഉത്ഭവിക്കുന്നതിന്റെ c² കോൺസ്റ്റന്റ് ആണ്. അത് ഗുരുകാരുണ്യം എന്താണ്? കോൺസ്റ്റന്റ്. ഇവിടെ എന്താ തെറ്റിയിരിക്കണം? എന്താ നമുക്ക് തെറ്റിയിരിക്കണം? M തെറ്റി. പൗർണ്ണമി പ്രാർത്ഥനയില്ല, കൂടലില്ല അല്ലേ? ചിട്ടയായ വീട്ടിൽ പ്രാർത്ഥനയില്ല, ചിട്ടയായ കർമ്മമില്ല, ചിട്ടയായ വീട്ടിൽ സൂക്ഷിപ്പില്ല. പക്ഷെ എന്തേ ഉള്ളൂ? ഞാൻ ശാന്തിരിക്കാറാണ്, അമ്പലത്തിൽ പോയില്ല എന്ന് മാത്രം. തൊട്ട വീട്ടിൽ ആരെയും മരിച്ചാൽ തിരിഞ്ഞു നോക്കില്ല എന്ന് മാത്രം. അതുകൊണ്ട് M ശരിയാവുമോ? M എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ M ഡെവലപ്പ് ചെയ്യണം. മാസ്, ജീവന്റെ മാസ് ഡെവലപ്പ് ചെയ്യണം. ഗുരു അതാ പറഞ്ഞത്, ജീവൻ പ്രകാശത്തേക്കാൾ വേഗതയിലായിരിക്കും. അതിനിപ്പോൾ ജ്യോതിർമയ സ്വാമിയുടെ ഒരു അനുഭവം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പിന്നെ പറയാം, സമയം കഴിഞ്ഞു. അടുത്ത സത്സംഗത്തിൽ പറയാം. അപ്പൊ ജീവന്റെ ഈ ലഘുത്വം നേടുന്നവൻ എന്ത് മതി? ഒരു ബിസിനസ് പോയിട്ട് വെറുതെ അവൻ തൊട്ടാൽ മതി. അവന്റെ കടയിലേക്ക് ആള് കയറും, അവന്റെ ബിസിനസ് ദിനം കയറും. ഞാൻ ഇയാൾ വന്നപ്പോൾ പറഞ്ഞു, ലുലു മാർട്ടിന്റെ ഓണർ ഹെലികോപ്റ്ററിലൊക്കെ വന്നായിരുന്നു പാലക്കാട്ടില്ലേ, നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മൾ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, താങ്കൾ തുടങ്ങിയതും ഒരു കടയാണ്, രാഘവട്ടം തുടങ്ങിയതും ഒരു കടയാണ്. രാഘവട്ടം കൂട്ടി എവിടെ എത്തി? ഇന്ത്യയിലെത്തിക്കരുത്. ഇദ്ദേഹം എവിടെ എത്തി? അനേക കടകൾ തുടങ്ങി. എന്തായാലും കാരണം ജീവന്റെ ശേഷിത്വം. ആ സമയത്ത് അദ്ദേഹത്തിന് തലയിൽ തോന്നിയ ചിന്തയാണ്, ആ ജീവൻ തോന്നിപ്പിച്ചതാണ്. എന്താണ്? യുദ്ധം വന്നാൽ അവിടെ നിൽക്കാം. പോണവരൊക്കെ എന്ത് ചെയ്തു? അത്ര അവരുടെ സാധനങ്ങളെല്ലാം ആ കടയിൽ കൊണ്ട് വെച്ചിട്ട് പോയി വിറ്റിട്ട് കാശ് തന്നാണ്. അപ്പോൾ കടയിൽ കയറി നോക്കുമ്പോൾ എന്താണ്? ഫുൾ സാധനമാണ്. രാജാവ് നോക്കുമ്പോൾ എന്താണ്? എന്ത് വന്നാലും നമ്മൾ കൊണ്ട് നിൽക്കുന്ന ആളാണ്. അദ്ദേഹം നിൽക്കുന്ന വേറെ കാരണമുണ്ട്. അപ്പൊ ഈ ജീവന്റെ ഈ ശേഷിത്വമായിരുന്നു പിന്നീട് എന്ത് ചെയ്ത് ഇന്ന് കാണുന്ന അല്ലേ? ഇതുപോലെ ഒരുപാട് നമുക്ക് പറയാൻ പറ്റും.
ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ബിസിനസ്സിൽ ഇല്ലെങ്കിൽ ഓരോ കാര്യത്തിലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ജീവനെ രക്ഷിക്കുന്നത് ഒരു അപകടത്തിൽ. അല്ലേ, കോഴിക്കോടിലൊരു ലോറി ഡ്രൈവർ മരിച്ചു, അറിഞ്ഞില്ലേ? എത്ര, 1 മാസമാണ് പുഴവഴി കിടന്നു. അല്ലേ, 1 മാസം 2 മാസം കിടന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം വന്ന ആള് 5 രൂപയ്ക്ക് വേണ്ടി അടികൂടിയെന്നാണ് ടയറ് പഞ്ചർ ഒട്ടിച്ചു. എന്നിട്ട് നീ വയ്ക്കോ, ഈ ചായക്കടയിൽ നിന്ന് ഞാൻ ഈ 5 രൂപ സെറ്റിൽ ചെയ്തിട്ട് വരാറുണ്ട്. അവസാനം 50 രൂപ, 60 രൂപയ്ക്ക് വരെ 50 രൂപ കൊടുത്ത് പഞ്ചർ ഒട്ടിച്ച് അയാൾ വരുമ്പോൾ എന്താ കാരണം? മണ്ണിടിഞ്ഞ് ഇതെല്ലാം പോയി. ഇതുപോലത്തെ ശാന്തിഗിരിക്കല് ഒരു 50 പേർക്ക് പറയാൻ പറ്റും. എവിടെയാണ്? ഇതാണ് ജീവൻ നമ്മളെ രക്ഷിക്കുന്നത്. ഈ ജീവനാണ് നമ്മളെ ഗുരുവിനെ കാണിച്ചത്. ഈ ജീവനാണ് നമ്മളെ ഗുരുവിനെ കണ്ടപ്പോൾ നമുക്ക് തിരിച്ചറിയും. ചിലവർ കരയും, ചിലവര് ഗുരുവിനെ നമസ്കരിക്കും. വലിയ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം അല്ലേ? അദ്ദേഹം എന്ത് ചെയ്യും? രാധാകൃഷ്ണേട്ടൻ മണ്ഡറാള് സുരേഷേട്ടൻ്റെ അളിയൻ, പിണറായി വിജയന്റെ വലം കൈയായിരുന്നു പാലക്കാട്. അദ്ദേഹം ഗുരുവിനെ കണ്ടപ്പോൾ പിന്നെ നമ്മുടെ അഡ്വൈസറി കമ്മിറ്റി മെമ്പറെ, പിന്നെ ഗുരുവിന്റെ വലം കൈ. എന്താ കാരണം? ജീവൻ തിരിച്ചറിയുക. ഈ ജീവന്റെ സകല വിധത്തിലുള്ള ദോഷങ്ങളെയും നമ്മൾ എങ്ങനെ ചെയ്യണം? 10 ചിട്ടകൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതാണ് ഗുരു പറഞ്ഞ 10 ചിട്ട. അല്ലെങ്കിൽ 2 ചിട്ട അവിടെ പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല കോഴിക്കോട്. 2 കൊല്ലം കഴിഞ്ഞുണ്ട്. കാരണം നമ്മൾ അവിടെ ഒരുപാട് ഡിസ്കഷൻ ഉണ്ടായി. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിൽ സൗഖ്യം ഉണ്ടാവും. നമ്മൾ ജീവിക്കുന്ന സ്ട്രീറ്റിൽ പ്രശ്നങ്ങളുണ്ടാവും ഇല്ലാതെ. അതാണ് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ ചോദിച്ചു. ഈ കണ്ണൂര് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഇപ്പോൾ എത്ര ടെമ്പറേച്ചർ ഉണ്ട്? 36 ഉണ്ടാവും, 36, 37 ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ഇവിടെ ചൂട് 37. ഇതേ കണ്ണൂരിൻ്റെ ആശ്രമത്തിൻ്റെ മുകളിൽ, ആശ്രമത്തിന് മുകളിൽ ഒരു ഫ്ലൈറ്റ് പോയി 40,000 അടി മുകളിൽ. സൂര്യൻ്റെ അടുത്തേക്ക് 40,000 അടി അടുക്കണം അല്ലേ? അവിടുത്തെ ടെമ്പറേച്ചർ എത്ര അല്ലേ? ഇത് സൂര്യനിലേക്ക് ഞാൻ എത്രയാണ്? 40,000 അടുത്തേക്ക് പോയിരിക്കുകയാണ്. അവിടുത്തെ ടെമ്പറേച്ചർ എത്ര? ആർക്കും പറയാൻ പറ്റുമോ? അറിയോ? -20 ഡിഗ്രി. എത്ര? ഐസ് ഉരുകാൻ വേണ്ട 0 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ പുറത്തിറങ്ങി നമ്മൾ എത്തും. അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൽ എഴുതി കാണിക്കും ഔട്ട്സൈഡ് ടെമ്പറേച്ചർ -60, -20, ഇൻസൈഡ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ 24. ഇപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റിൽ പോകുമ്പോൾ കാണാൻ പറ്റും. ഏത് ഫ്ലൈറ്റിൽ പോയാലും നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. സൂര്യൻ്റെ അടുത്തേക്ക് മുമ്പ് ചൂട് കുറയണോ വേണ്ടത്? ആണോ? എന്തുകൊണ്ട് കുറഞ്ഞു? നമ്മളൊരു വിളക്ക് വെച്ചില്ല അവിടെ. ആ വിളക്കിൻ്റെ അടുത്തേക്ക് പോയി നോക്കി തൊടാൻ പറ്റുമല്ലേ? ചൂടായി തീ കൊണ്ടുവിട്ടിട്ട് അതിൻ്റെ അടുത്തേക്ക് പോയാൽ എന്താ സംഭവിക്കുക? -20 ഡിഗ്രി ആവും. എന്നാൽ എളുപ്പമായി തീ കിട്ടാൻ അല്ലേ? AC ആയി. ഇതേപോലെ കോഴിക്കോട് ഒരു എന്താണ് CSR അതെന്തോ ഒരു വള്ളത്തിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഒരു സെൻ്റർ ഉണ്ട്. അതിൽ 2-3 സയൻറ്റിസ്റ്റുകൾ വന്നു. അപ്പം എൻ്റെ സംശയം ഞാൻ അവരോട് ചോദിച്ചു. കേരളത്തിലെ 14 ജില്ലയിൽ അല്ലേ അവർ പ്രകൃതിയെക്കുറിച്ച് പഠിക്കുന്നത് 14 ജില്ല. ഈ 14 ജില്ലയിലും ഒരേ ടെമ്പറേച്ചറാണ്. എന്തുകൊണ്ടല്ല? ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് പഠിച്ചാലേ നമ്മുടെ കുടുംബ പ്രശ്നം തീരുള്ളൂ. ഇത് പഠിച്ചാലേ നമ്മൾ സ്ട്രീറ്റിൻ്റെ പ്രശ്നം തീരുള്ളൂ. ഇത് പഠിച്ചാലേ കണ്ണൂരിലെ പ്രശ്നം തീരും. അങ്ങനെയാണ് കൊല്ലം മാറും. കൊല്ലം മാറുന്നുണ്ട്. ഇത് കാണിച്ചത് ഞാൻ കാണിച്ചതല്ല, അവര്. ഇപ്പം ഇവിടെ ഇപ്രാവശ്യം 36 ഡിഗ്രി ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ഇവിടെ ചിലപ്പോൾ 38-40 ഡിഗ്രി, അടുത്ത പ്രാവശ്യം 36 ഡിഗ്രി തിരിച്ചു. പാലക്കാട് 42 പേര്, കഴിഞ്ഞ പ്രാവശ്യം 39. ഭൂപ്രകൃതി നിന്ന് മാറി അല്ലേ? ഇതാണ് ഞാൻ ഗുരുവിനോട് ചോദിച്ചത്. ഗുരു തിരിച്ചു ചോദിച്ചു, എടാ ഭൂമിയേക്കാൾ എത്ര വലുതാണ് സൂര്യൻ? ISROയിൽ വർക്ക് ചെയ്യുന്ന പ്രഭാര സാറ് പറഞ്ഞു 3 ലക്ഷമാണ് വലിപ്പം. 3 ലക്ഷം ഭൂമി എടുത്തു വെച്ചാലും സൂര്യനിൽ എത്ര ബാക്കിയുണ്ട്? പിന്നെ സ്ഥലം ബാക്കിയുണ്ട്. അത് ഗ്രഹണ സമയത്ത് കണ്ടുപിടിക്കുന്നത്. കാരണം സൂര്യനെ നേരിട്ട് വളക്കാൻ പറ്റില്ല. അപ്പം അതിനുവേണ്ടി ഇതൊക്കെ വിട്ടിട്ടുണ്ട്. അപ്പം എന്നെ 3 ലക്ഷം ആക്കി ചെറുതായി കഴിഞ്ഞ് എന്നെ കാണുമോ? സൂപ്പർ മൈക്രോസ്കോപ്പ് കൂടെ നോക്കേണ്ടി വരും അല്ലേ?
അങ്ങനെയുള്ള ഭൂമിയിൽ 2/3 ഭാഗം എന്താ? വെള്ളം. ഒരു ഭാഗം കരയുണ്ട്. ആ കരയിൽ ചെറിയൊരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ചെറിയൊരു സ്റ്റേറ്റാണ് എന്ത്? കേരളം. ആ കേരളത്തിൽ 14 ജില്ലയിൽ 14 ടെമ്പറേച്ചർ. ഇതിനെയാണ് നമ്മൾ അറിഞ്ഞാലേ ജീവൻ തിരുത്താൻ പറ്റുള്ളൂ. ഇത് കണ്ണൂരിലും ഉണ്ട് അല്ലേ? കണ്ണൂരിൽ വെട്ടുമുത്തിനെ കുറിച്ച് ഗുരു പറഞ്ഞിട്ടില്ല, ഞാൻ സംസാരിച്ചത്. എന്താ കാരണം? ചേകവരുടെ അതും ആ ആരാധനാമൂർത്തിയുടെ കർമ്മം എവിടെയുണ്ട്? ഈ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ്. അതിന് പതുക്കെ മാറ്റാൻ പറ്റില്ല. അതുകൊണ്ടാണ് കണ്ണൂരുകാരെ സ്നേഹിച്ചാൽ ഞെക്കിക്കൊല്ലും, ഉടയ്ക്കാൽ വെട്ടിക്കൊല്ലും. തെറ്റല്ല, അത് ഓരോ DNA അങ്ങനെയാണ് കിടക്കുന്നത്. അത് മാറ്റാൻ പറ്റില്ല. എന്താണ് മരണം ഉറപ്പാണ്. അല്ല, അതിന് തെറ്റ്. ഓരോ സ്ഥലത്തിലും അങ്ങനത്തെ കാര്യമുണ്ട്. ഗുരു എപ്പോഴും കളിയാക്കും പാലക്കാടിനെ കുറിച്ച്. തലയാട്ടെന്ന് ഒന്നും ചെയ്യും. ഈ തലയാട്ടിന് ഒരു കാര്യം ഇല്ലാന്ന് പറയുന്നത്. കാരണം എന്താ? അങ്ങനെയാണ് അതിന്റെ ആ ജീവൻ കിടക്കുന്നത്. അതാരുടെയും തെറ്റല്ല കേട്ടോ. ഇതെല്ലാം നമ്മുടെ കുടുംബത്തിൽ കാണാം. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് ജനിച്ച മക്കള്, എൻ്റെ ഭാര്യ, ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, എടുത്തു നോക്ക്. ഈ വ്യത്യസ്തത അവിടെ കാണും. ജീവന്റെ വ്യത്യസ്തത. അതാണ് ഗുരു ഒരു കാര്യത്തിൽ 5 മക്കളുണ്ടെങ്കിൽ 5 വിധമാണ്. എന്തുകൊണ്ട്? മോഡേൺ സയൻസ് പറയുന്നത് ഡിഫറൻസ് ഓഫ് DNA. ഒരാൾ അമ്മയുടെ DNA എന്നാണ് ജനിക്കുന്നതെങ്കിൽ ഒരാൾ അമ്മയുടെ അച്ഛൻ്റെ DNA എന്നാണ് ജനിക്കുക. അങ്ങനെ 144 ഇൻറ്റു ബൈനോമൽ തിയറിയിൽ കിടക്കുന്ന വലിയൊരു ഒരു കണക്കിലാണ് ഇത് ജനിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഒരാൾ യേശുദാസാവും, ബാക്കി 4 പേരും, യേശുദാസിന് 4 സഹോദരന്മാരുണ്ട് അല്ലേ? അവരെന്തായി? പറഞ്ഞു. കാരണം എന്താ? ഒരാളുടെ DNA അത് കിടക്കും, മറ്റവർക്ക് അത് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? അതാണ് ഗുരു നമ്മളോട് ചോദിക്കുന്നത്. ഇതറിയാനാണ് നമ്മൾ എവിടെ വരേണ്ടത്? അങ്ങനെ നമ്മുടെ വീട്ടില് കുട്ടി പഠിക്കാതിരിക്കുന്നതിനും നമുക്ക് കടം വരാനും, നമ്മുടെ വീട്ടിൽ രോഗം വരാനും, നമ്മുടെ ദേശത്ത് കുത്തും അടിയും പുല്ലും ഉണ്ടാവാനും, നമ്മുടെ ദേശത്ത് കള്ളം വന്നാൽ പോലും. കള്ളം വന്നാൽ ആർക്കാ ചീത്ത അറിയോ? ഗുരുവിനോട് പോയി പറഞ്ഞാൽ നമ്മളെ ചീത്ത പറയും. പട്ടിക്കഴുകുള്ള ഇറങ്ങണ നീയൊക്കെ കാരണോടെ കള്ളം. അപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, എടാ, ഒരു കള്ളന് വരുമ്പോൾ കക്കണം എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ആ അന്തരീക്ഷത്തിൽ അങ്ങനെയുള്ളത് കൊണ്ട്. അത് വരാതിരിക്കണമെങ്കിൽ നിനക്ക് എന്ത് വേണം? നിനക്കൊരു സൂക്ഷിപ്പ് വേണം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ആറ്റം പൊട്ടിയ ഇവിടെ പൊട്ടില്ല. എവിടെ? ഈ സൂക്ഷ്മഭാവം അങ്ങനെയാണ്. ഇവിടെ ഒരു ബോംബ് കേരളത്തിന്റെ അതിർത്തി കൊണ്ടുവന്നിട്ട് പൊട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ കൊണ്ടുവന്നിട്ട് അല്ലേ? ഇതാണ്. ഇതുപോലെ നമ്മുടെ വീട്ടിൽ പൊട്ടാതിരിക്കണം അല്ലേ? നമ്മുടെ കുടുംബം, നമ്മുടെ വീട്ടില് നമ്മുടെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് ശാന്തിയും സമാധാനം കൊടുക്കാൻ സാധിക്കും. അതിനനുസരിച്ച് ആര് വരണം? നമ്മുടെ ജീവൻ വരണം. അതിനു വേണ്ടിയാണ് നമുക്ക് ഗുരു എന്ത് പറഞ്ഞ് 10 ചിട്ട പഠിപ്പിച്ചത്. ഒരു പ്രാർത്ഥന വരും, കർമ്മം വരും അല്ലേ? ഗുരുദർശനം വരും, കുടുംബത്തോടെ സൂക്ഷിക്കേണ്ട കർമ്മം, സമൂഹമായി സൂക്ഷിക്കേണ്ട കർമ്മം ഒക്കെ ഗുരു പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അതിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നമുക്കിതുകൊണ്ടുള്ള ഗുണം കിട്ടുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ ശാന്തിഗിരിയിൽ വന്നു, പക്ഷേ എന്താണ്? ആൾക്കാർ പറയണ പോലെ അവൻ്റെ ദുരിതം അവനെ കൂടിക്കൊണ്ടി. അപ്പൊ എന്താ ആൾക്കാർ കാണുന്നത്? എന്താ നമുക്ക് ആവശ്യം? സമൂഹത്തിൽ എന്താണ് ആവശ്യം? പണമാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങളൊരു കാറ് വാങ്ങി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു വെരി ഗുഡ്, അവൻ കാറൊക്കെ വാങ്ങി, അവനെവിടെ പോകണം? ശാന്തിഗിരി, ആ വെള്ളിയിട്ട് പോകണം അല്ലേ? എന്തോ ഒരു ഗുരു വേണമെന്നൊക്കെ പറയും. നമ്മളവിടെ പോയിട്ട് എല്ലാം നശിപ്പിച്ചാലോ? അവൻ വെള്ളിയും ചൊല്ലിയിട്ട് എവിടേക്കോ പോയിട്ട് അവിടെ കൊണ്ട് കൊടുത്ത് എല്ലാം നശിപ്പിച്ചു. അവിടെ എന്തോ പറയുന്നത് തന്നൂന്നാ പറഞ്ഞു അല്ലേ? ഇതെല്ലാം പറയിപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആശയം പഠിക്കണം. അപ്പോൾ ആശ്രമത്തിൽ വരുന്നത് നമ്മുടെ ശരീരത്തിൻ്റെയും ജീവൻ്റെയും പൂർണ്ണമായ സകല വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റി ജീവൻ്റെ വാസന മാറും. ജീവൻ്റെ വാസന മാറുമ്പോഴാണ് നിങ്ങളുടെ മക്കള് എൻട്രൻസും ഈ പറയുന്ന എഞ്ചിനീയറും
ഈ പറയുന്ന ഡോക്ടറും ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും നിനക്ക്. അതില്ലാതെ നമ്മൾ എഴുതിയ രാജീവ് നാരായണ സ്വാമിയെ പോലെ ആര് രാജീവ് നാരായണ സ്വാമി IAS എല്ലാത്ത റാങ്കാണ്. ഇപ്പം എവിടെ ഇരിക്കണം? വീട്ടിലാണ്. വകുപ്പിൻ്റെ ഡയറക്ടർ. അല്ല നുണറിയില്ല, കാണാൻ നിങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ കുറേ സ്പീച്ചൊക്കെ കിട്ടും അല്ലേ? ഭയങ്കര സ്പീച്ച് പോലെ കിട്ടും. പക്ഷെ കർമ്മത്തില്ല. എന്നാലും ഗുരു പറഞ്ഞു ഭാഗ്യപ്പെടും. എന്നാൽ ഒന്നും പഠിക്കാത്ത 10ാം ക്ലാസ് പാസ്സാവാത്ത ആളുകൾക്ക് പല കാര്യങ്ങളും സമൂഹത്തിൽ ചെയ്യാൻ പറ്റും. അത് വിപ്ലവങ്ങളായിരിക്കും സംഭവം അല്ലേ? എന്താ കാരണം? ആ ജീവന്റെ ശേഷി. ഇതുകൊണ്ട് നമുക്കിന്ന് നിർത്താം. സമയം 2:30 പറയണ്ടേ? അപ്പോൾ നമ്മളെല്ലാവരും ആശ്രമത്തിൽ വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ജീവനെ ലഘുത്വപ്പെടുത്തണം. അപ്പോൾ ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ പറഞ്ഞാൽ നമുക്കെന്ത് തോന്നില്ല? ദേഷ്യം തോന്നില്ല. നമ്മളറിയാതെ വെള്ളം എടുത്ത് കൊടുക്കാൻ നിങ്ങൾക്ക് എടുത്താൽ എന്ന് പറയുമ്പോൾ ഭർത്താവ് എന്ത് പറയും? നിനക്ക് തീറ്റയിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന പൈസയിൽ തന്നിട്ട് നിന്നെ ഇവിടെ ഇരുത്തിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മക്കളൊക്കെ നമ്മുടെ മുത്തശ്ശനെ കുറിച്ച് മനസ്സിലാക്കുക അല്ലേ? പിന്നെ തന്തയ്ക്ക് കൂടി ബഹളം ലഹള ഒക്കെ ഉണ്ടാകുന്നത് ഈ ജീവന്റെ ശേഷിത്വക്കുറവെന്നാണ്. അപ്പോൾ ജീവന് ശേഷിത്വം വരുത്തുകയും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുമ്പോൾ കണ്ണൂരിലെ ചൂട് മാറും, ഉറപ്പാണ്. പാലക്കാടിന്റെ ചൂടും മാറും. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാം അല്ലേ? എല്ലാം കൂടി ഇപ്പൊ നോക്കിയാൽ രസിക്കുന്നവനോട് അതോടെ ഗുരു ആദ്യം ചോദിക്കുക എന്താണ്? ആഹാരം കഴിച്ചിട്ട് പാടാവ് അല്ലേ? നമ്മളോടൊക്കെ ആദ്യം പറയണതാണ് ആഹാരം കഴിക്കടാ, കഴിച്ചിട്ട് പാടും. അല്ല ഗുരു എനിക്ക് അർജന്റ് പിന്നെ പറയാം, നീ കഴിച്ചിട്ട് പാടും. കഴിച്ചിട്ട് വരുമ്പോഴേക്ക് എന്താ സംഭവിക്കുക? പറയാനുള്ള കാര്യം പോയി, ചോദിക്കാനുള്ള കാര്യം പോയി, എല്ലാം ക്ലിയറായി നമ്മൾ അല്ലേ? എന്താ കാരണം? നമ്മുടെ ജീവൻ അവിടെ കൊണ്ട് തിരുത്തിക്കും. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അത് സാധിക്കട്ടെ എന്ന് എല്ലാ ദിവസവും നിങ്ങൾ ഈ കൂടാൻ വരണം. എന്താണ് 40 ദിവസം കൂടാൻ പറഞ്ഞത്? ദിവസത്തെ പോലെ അതുമായിട്ട് യാതൊരു ബന്ധമില്ല. അത് ജെല്ലി നോക്കണം. അത് നിങ്ങൾ നോക്കണ്ട. എന്താണ് ഒരു മണ്ഡലകാലം പറഞ്ഞത്? സാർ എന്തൊക്കെ കുറച്ചൊക്കെ പറയുന്നു. നമ്മുടെ ശരീരത്തിലെ ഒരു കോശമുണ്ടായി അത് വിഭജിച്ച് പൂർണ്ണ രൂപം ആയി തീരാനെടുക്കുന്ന സമയത്ത് 41 ദിവസമാണ്. സയൻസ് പറയണം, എനിക്കറിയില്ല. MBBS പഠിക്കുന്നവരുണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാക്കുക. അങ്ങനെ ഈ 40 ദിവസം ഈ സെല്ലുകൾ വിഭജിക്കുന്നതാണ്. തെറ്റുമ്പോഴാണ് അത് ക്യാൻസറായി മാറുന്നതാണ് അവർ പറയുന്നത്. എന്താണ്? നിർഭാഗ്യം കൊണ്ടാണ് ക്യാൻസർ വരുന്നത്, നിർഭാഗ്യം കൊണ്ടാണ് മുഴ വരുന്നത്, നിർഭാഗ്യം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ സെല്ലുകളെല്ലാം ആ ധർമ്മത്തിൽ വരാൻ വേണ്ടിയാണ് വയം എടുക്കാൻ പറഞ്ഞത്. വയം പറഞ്ഞാൽ വൃതാതാത്രേഹ, വയം കൊണ്ട് ശരീരത്തെ താത്രം ചെയ്യുക, ഉയർത്തിയെടുക്കാൻ വേണ്ടിയാണ് നമ്മളോട് എന്ത് പറഞ്ഞു? 41 ദിവസം വ്രതം എടുക്കും. ഇതുപോലെ ശിഷ്യപൂജ തന്നെയായി അല്ലേ? അപ്പോൾ നമ്മുടെ ജീവൻ എന്താ? മണ്ഡലകാലം കൊണ്ട് ഗുണം, ജീവൻ ഒരു മണ്ഡലം കടക്കാതെടുക്കുന്ന സമയമാണ് 41 ദിവസം അല്ലേ? അങ്ങനെ അനേകം മണ്ഡലങ്ങളുണ്ടെന്നാണ് ചന്ദ്രമണ്ഡലത്തിനിടയിൽ തന്നെ ഗുരു പറയുന്നത്. ഗുരുവാണി വായിക്കുക. ഏതിലാണ്? സഹരമന്ത്രി പതിപ്പിലെ 6ാമത്തെ ഗുരുവാണി എടുത്ത് വായിക്കും കേട്ടോ. അപ്പോൾ അതിൽ ഒക്കെ ഗുരു പറയുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മണ്ഡലം കിടക്കാൻ വേണ്ട ടൈമുകൾ, ജീവന് വേണ്ട ലഘുത്വം നേടാനാണ് നമ്മളോട് എന്ത് പറഞ്ഞത്? അപ്പോൾ നമ്മളെന്തൊക്കെ പറഞ്ഞു? എൻട്രൻസ് കോച്ചിങ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ജോലിക്ക് പോകണം പറഞ്ഞു. നമ്മളെന്തൊക്കെ ക്ലാസ് ഉണ്ട് പറഞ്ഞു, ട്യൂഷൻ ഉണ്ട് പറഞ്ഞു, അതുണ്ട് ഇതുണ്ട് പറഞ്ഞു. ഇതൊന്നും അവിടെ പോകുമ്പോൾ ആരറിയില്ല. ദൈവം എന്താ പറയും? ഐ ഡോണ്ട് നോ. പഠിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്തോളണം? ഒക്കെ ചെയ്തെടുത്തോളണം. എന്നാലും ഒരു ദിവസം ഇതിനെവിടെ അവർക്ക് തിരിച്ചു കൊടുക്കണം. പഞ്ചഭൂതങ്ങളൊക്കെ തിരിച്ചു കൊടുത്തേ പറ്റൂ. ആരെ? ഈ ശരീരത്തിൽ. ബാക്കി നമ്മളുണ്ടാകുമ്പോൾ ഞാൻ പറയണ ഗുരു അന്ന് എനിക്ക് എൻട്രൻസ് കോച്ചിങ് ഉണ്ടായിരുന്നു, അറിയില്ല. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അറിയില്ല. ഞാൻ അറിയില്ല. എവിടെയും നമുക്ക്. അപ്പം ഈ ജീവന് ശേഷിത്വം വരണമെങ്കിൽ, ജീവൻ ആ ലഘുത്വം വരണമെങ്കിൽ എന്ത് വേണം? ഒരു മണ്ഡലം കിടക്കേണ്ട സമയം. അതാണ് 40ാം ദിവസം നമ്മൾ എവിടെ പോകുന്നു? 40 കഴിഞ്ഞ് 1ാം ദിവസം നമ്മൾ എവിടെ പോകുന്നു? മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ളവരെല്ലാവരും പോകുന്നു ക്ഷേത്രങ്ങൾ
ഞങ്ങൾ പോവും. ഇല്ലില്ല, അതിൽ 16 കൊണ്ട് പോവും. ശാന്തീകരിക്കാരെന്ത് ചെയ്യും? മുസ്ലിംസും പോവും അല്ലേ? ഇതാണ് അതിൻ്റെ കാര്യം. ആ എനർജീനെ മറ്റൊരു എനർജിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പിന്നെ നോക്കാം. ഊണ് നമുക്ക് സമയമായതുകൊണ്ട് 2:31 കൊണ്ട് എനിക്ക് എല്ലാവർക്കും എപ്പോഴും ഈ അറിവ് നിങ്ങളുടെ ജീവനിൽ കിടക്കണം, ബുദ്ധിയിൽ കിടക്കണം. ബുദ്ധി ഇവിടെ പോകണം. അതിൽ നമ്മൾ പുരുഷന്മാരായ നമ്മൾ ഷാള് പുറച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതേസമയത്ത് പുരുഷന്മാരായ ആൾക്കാർ പുഷ്പാഞ്ജലി ചെയ്യുമ്പോൾ ആ ഷാള് അവർ നേരത്തെ ധരിക്കുന്നുണ്ട്. അതുപോലെ ഈ പുഷ്പസമർപ്പണത്തിന് ധരിക്കണം എന്നത് നല്ലതാണോ ചെയ്ത. അല്ലെങ്കിൽ നമ്മുടെ ഷാള് പോയാലും മുട്ടും ഏതിന്? തട്ടത്തിൽ. അപ്പോൾ നമ്മളെന്ത് പറയുക? ഇങ്ങനെ ഇടും, ഊന്നൂലിടണ പോലെ അല്ലേ? നമ്മൾ കുമ്പ് കൊടുക്കണ്ടാവല്ലോ. അതെന്താ അങ്ങനെ ഇടണം? അറിയോ? അതിലൊരു സയൻസ്. ഭൂമിയിലെ മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് നോർത്ത് നിന്ന് സൗത്തിലേക്കാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടോ? പിടിയിരിക്കൊക്കെ പഠിക്കേണ്ടി വരും. ഇപ്പോൾ +2 മാഗ്നറ്റിക് കൊണ്ടൊരു തന്നെ ഉണ്ട്. അത് നമ്മൾ വരച്ച് കാണിച്ചു. സാർക്കൊക്കെ അറിയാം, ഡോക്ടറേറ്റാണ്. നോർത്ത് പോൾ ടു സൗത്ത് പോളാണ്. അപ്പം നമ്മൾ ഭൂമിയിൽ എണീച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ നോർത്തായി. കാലവിടെ സൗത്താണ് അല്ലേ? അപ്പോൾ ഇതെന്താ? ഈസ്റ്റാണോ? അപ്പോൾ ഇത് നോർത്താണ്, ഇത് ഈസ്റ്റാണ്. അപ്പം നോർത്ത് ഈസ്റ്റിൽ നിന്ന് സൗത്ത് വെസ്റ്റ് കന്നിമൂലയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? കാരണം എന്താ? ഭൂമി 21.2 ഡിഗ്രി ചെരിഞ്ഞു. ഭൂമി ഇങ്ങനെയല്ല, എങ്ങനെ നിൽക്കണം? 21 ഡിഗ്രി അല്ല, 21 ഡിഗ്രി 2 മിനിറ്റ് ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്. അറിയോ? അതുകൊണ്ടാണ് സൂര്യൻ ഒരിക്കലും കിഴക്കുദിക്കില്ല. ഒന്നിലും ഉത്തരായനത്തിൽ, ഒന്നിലും ദക്ഷിണായനത്തിൽ. സൂര്യൻ അവിടെ തന്നെയാണ്. പക്ഷെ ഭൂമി ചെരിഞ്ഞുകൊണ്ട് നമുക്ക് എവിടെ കാണാം? ഇപ്പോൾ കിഴക്കുന്ന കുറച്ച് തെക്കോട്ടേക്കാണ്. ഈ ചെരിവുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇതാണ് ബ്രാഹ്മണനും അല്ലേ? ഊന്നുകൊണ്ടുള്ള ഒരു ഗുണമില്ല. ഇത് മാഗ്നറ്റിക് ഫീൽഡ് ആയിരുന്നിട്ട് അവർ മാഗ്നറ്റിൻ്റെ 2 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ താപ്പോലുകൾ കിട്ടും. ഇത് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ശരിയാവണം, മനസ്സിലാവണം. അതുപോലെ സ്ത്രീകൾക്കും ചെയ്യാം. എന്നാണ് നാടയിട്ട് മുമ്പ് കൊടുക്കുമ്പോൾ കണ്ടിട്ടുണ്ടോ? ഇല്ലേ? അതാണ് സയൻസ്. ഇത് നിങ്ങൾ വരച്ച് നോക്കാം. പേപ്പറിൽ മാഗ്നറ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ നീക്കി പോകുമ്പോൾ കോമ്പസ് തിരിഞ്ഞ് ഇവരോട് പോയിന്റ് മാർക്ക് ചെയ്താൽ ഇത് നോർത്ത് സൗത്തിലേക്ക് തിരിഞ്ഞു പോകുന്നത്. അതൊക്കെ നമ്മൾ വരച്ചു കൊടുക്കും. എപ്പോൾ +2 പഠിക്കുമ്പോൾ പ്രാക്ടിക്കലുള്ളതാണ് അല്ലേ? എപ്പോൾ ഉണ്ടോ മാഗ്നറ്റിക് കൊണ്ട് മാപ്പ് ചെയ്യുന്നത്? സിവിൽ എഞ്ചിനീയറിംഗ് ഒരുപാടുണ്ട്. കാരണം ഗ്രൗണ്ട് മാപ്പിംഗ് വരും. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ വരാൻ അങ്ങനെ ഇട്ടാൽ നല്ലതാണ്. മാമൻ പറഞ്ഞ് വളരെ കറക്റ്റാണ്. അതിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ തുണി എവിടെ മുട്ടില്ല, മുറ്റത്തിങ്ങനെ ഇടുമ്പോൾ ഈ അറ്റത്തിനൊക്കെ നീങ്ങിയിട്ട് മുട്ടാറുണ്ട്. അതിന് നല്ലത് അങ്ങനെ ഇട്ടാൽ നല്ലതാണ്, വളരെ നല്ലതാണ്. പക്ഷെ പറഞ്ഞാൽ പകുതി പേരും അനുസരിക്കില്ല. പറഞ്ഞു നോക്കുക കേട്ടോ. ഇട്ടാൽ നല്ലതാണ്, വളരെ കറക്റ്റാണ്. മാമൻ ചോദിച്ചിട്ട് ചോദിക്കും. കൂടുമ്പോൾ നമ്മൾ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് ഇത് കറക്റ്റാണ്. നമ്മുടെ ഈ ഭാഗം അല്ലേ? എന്തിനാ ഷർട്ട് വീരണം പറഞ്ഞു പിന്നെ പഠിക്കുക അല്ലേ? ഷർട്ട് വീറുന്നതും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞ പോലത്തന്നല്ല. അതിനൊരു സയൻസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പോരെ? ഇനി പൗർണമിയുടെ കാര്യങ്ങളായി. പൗർണമി പ്രാർത്ഥന, പൗർണമി വ്രതം, പൗർണമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പൗർണമി എന്താണ്, പൗർണമിയിൽ എന്താണ് ഇവർ പറഞ്ഞിട്ടില്ല, പൗർണമിയിലൂടെ എന്തൊക്കെ നമുക്ക് നേടാം, പൗർണമിയിൽ ഏതൊക്കെ ഗ്രഹങ്ങളാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്, ആ പൗർണമി ഗ്രഹങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പിന്നീട് നമുക്കില്ല. പോരെ? ഇതൊക്കെ നമ്മൾ ഓരോന്നോരോ അതിന് ചോദ്യങ്ങളും മറുചോദ്യങ്ങളും വരും. അതിൽ ഗുരുമഹിമക്കാർ ഒരു ബുക്കിൽ എഴുതി കൊണ്ടുവരും, ഒരു ഡയറി എടുത്തിട്ട് ചൊവ്വായിട്ട് കണ്ടോ. ഞാനൊക്കെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എവിടെയെങ്കിലൊക്കെ പറഞ്ഞ് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ചോദിക്കും. അവിടെ 2-3 കുട്ടികളുണ്ട്, ആദിത്യ, പ്രണവ, ഇവരൊക്കെ ഇങ്ങനെ എഴുതി കൊണ്ടുവന്നിട്ട് തിരിച്ചും മറിച്ചും കഴിഞ്ഞിട്ട് കുറച്ച് അവസാനം ഇവർ വരുമ്പോൾ എനിക്ക് പേടിയും അല്ലേ? അവർ ചോദിച്ചാണ് യുഗങ്ങളോളം ഞാൻ ആഗ്രഹിച്ച് നടപ്പിലായി. ചോദിച്ച് ദൈവത്തിന് ആഗ്രഹമുണ്ടോ? നിർഗുണ പരബ്രഹ്മമായ ദൈവത്തിന് എങ്ങനെ ആഗ്രഹമൊന്നും ചോദിച്ചിരുന്നു. അതൊക്കെ ഉത്തരം പറയണമെങ്കിൽ ഭയങ്കര പണിയാണ്. ഞാൻ അധികം പ്രസംഗിക്കാൻ പറ്റിയത് ഇവരിങ്ങനെ ഗുരുവാണിയിൽ പഠിച്ച ചോദ്യങ്ങൾ വരും, ഇഷ്ടംപോലെ ചോദ്യങ്ങൾ വരും. ഞാനും ചോദിച്ചില്ല ഈ ചോദ്യം ഗുരുവിനോട്. അപ്പോഴാണ് നമ്മുടെ സാറൊക്കെ ചൂടായി കേട്ടോ.
അപ്പോൾ പൗർണമിക്ക് അതില്ല. ഇപ്പോൾ സമയം ആയതുകൊണ്ടും വിശപ്പ് നമ്മളെ കണ്ണ് കാണാത്തത് കൊണ്ടും അല്ലേ നമ്മൾ നിർത്തുന്നു. എൻ്റെ വാക്കുകൾ കർമ്മകാരിയുന്നവനായ ഗുരുവിൻ്റെ തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു. സദ്ഗുരുവേശ്വരൻ.